ലോകമൊട്ടുക്കും ഒരുപാട് ആളുകൾ രക്തം കട്ടി കുറക്കുന്ന മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ആസ്പിരിൻ മരുന്നിനെ കുറിച്ചൊന്നും കേൾക്കാത്തവരില്ല. പക്ഷെ ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ ശരീരത്തിൽ ചില സൈഡ് എഫക്റ്റുകൾ വരാൻ സാധ്യത. പ്രത്യേകിച്ച് ഈ മരുന്നുകൾ നിങ്ങൾക്കറിയാം, ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ പല വ്യക്തികളും മരിക്കുന്നവരെ കഴിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മരുന്ന് കൊണ്ട് വരുന്ന സൈഡ് എഫക്റ്റുകൾ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. ഹൃദ്രോഗമുള്ളവരും അതുപോലെ തലയിൽ സ്ട്രോക്ക് വന്ന ആളുകളുമാണ് കൂടുതലായിട്ടും ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുക. ഈ മരുന്നിന് ഡോക്ടർമാർ പറയുന്ന ഒരു പേരുണ്ട്, ആന്റി പ്ലേറ്റ്ലെറ്റ്സ് എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ആസ്പിരിനും ക്ലോപ്പിറോഗലും ടിക്കാഗ്രലോളും ആണ്. അതിൽ തന്നെ ഈ പറഞ്ഞ മരുന്നുകൾ പലപ്പോഴും ഒരുമിച്ച് ഉപയോഗിക്കും. എന്ന് വെച്ചാൽ ആസ്പിരിൻ ഉപയോഗിക്കുന്ന വ്യക്തി തന്നെ മറ്റൊരു മരുന്നും കൂടെ അതിന്റെ കൂടെ ബ്ലഡ് തിന്നറായിട്ട് ഉപയോഗിക്കും. എന്ന് വെച്ചാൽ രണ്ട് മരുന്ന് ഒരുമിച്ചാണ് ഉപയോഗിക്കാം. ഡുവൽ ആന്റി പ്ലേറ്റ്ലെറ്റ് തെറാപ്പി എന്ന് പറയും, DAPT. അപ്പൊ സൈഡ് എഫക്റ്റ് കൂടൂലേ? ഇനി സൈഡ് എഫക്റ്റ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ബ്ലീഡിങ് തന്നെയാണ്. കാരണം രക്തം കട്ടി കുറക്കുന്ന മരുന്നാണല്ലോ, അപ്പൊ ബ്ലീഡിങ്ങിനുള്ള ചാൻസ് കൂടും. ഈ ബ്ലീഡിങ് എവിടെ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തൊലിപ്പുറത്തൊക്കെയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു വ്യക്തിക്ക് ബ്ലീഡിങ് കുറച്ച് നേരം കൊണ്ട് നിൽക്കുമെങ്കിൽ ഈ മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ നീണ്ടു നിന്നേക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മളത് കൂടുതൽ നേരം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. പിന്നെ ചില ആളുകൾക്ക് വരുന്നത് വയറ്റിൽ നിന്ന് വരുന്ന ബ്ലീഡിങ്. ഇതിന്റെ റിസ്ക് ഏകദേശം ഒരു 2 ഇരട്ടി കൂടും കേട്ടോ. വളരെ സാധാരണയായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നം തൊലിപ്പുറത്തുള്ള ബ്ലീഡിങ്. ചെറുതായിട്ട് എവിടെയെങ്കിലും കയ്യോ കാലോ ഇടിക്കുമ്പോഴേക്ക് തൊലിപ്പുറത്തൊരു കറുത്ത നിറം വരും, അല്ലെങ്കിൽ ഒരു നീല നിറം വരും. ഇത് കുറച്ച് ദിവസം കൊണ്ട് താനെ പോവുകയും ചെയ്യും. ഏറ്റവും പേടിക്കേണ്ടത് ഇതൊന്നുമല്ല, ഇന്റേണൽ ബ്ലീഡിങ് എന്ന് വെച്ചാൽ നമുക്ക് ബ്രെയിനിൽ ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ വയറ്റിന്റെ ഉള്ളിൽ ബ്ലീഡിങ്. ഇത് താനെ സംഭവിക്കൂല. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ആക്സിഡന്റോ തല എവിടെയെങ്കിലുമൊക്കെ ഇടിക്കുകയാണെങ്കിലൊക്കെയാണ് ഇതിനുള്ള സാധ്യത കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ മരുന്ന് കഴിക്കുന്ന വ്യക്തികൾ ആക്സിഡന്റ് റിസ്കിലേക്കൊന്നും പോവാതിരിക്കാം. ഹെൽമെറ്റ് ഉപയോഗിക്കുക, അങ്ങനെയുള്ള ഓരോ മുൻകരുതലുകൾ നന്നായിട്ട് ചെയ്യണം. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്നറിയാം, ഈ ബ്ലീഡിങ് റിസ്ക്കും ബെനിഫിറ്റും ബാലൻസ് ചെയ്ത് കൊണ്ടു. എന്ന് വെച്ചാൽ ഈ മരുന്ന് കഴിക്കാതെ വേറൊരു നിർവാഹമില്ല. മരുന്നില്ലെങ്കിൽ എന്തായി, ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വീണ്ടും വരും. പക്ഷേ ഈ മരുന്ന് കഴിച്ചാൽ ബ്ലീഡിങ്ങിന്റെ ഒരു റിസ്ക് ഉണ്ട്. ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകലാണ് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് പോവുകയാണെങ്കിൽ ബ്ലീഡിങ് റിസ്ക് വളരെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഈ മരുന്ന് കഴിക്കുന്നവർ അനാവശ്യമായിട്ട് പേടിക്കേണ്ട യാതൊരു ആവശ്യം ഒന്ന് കരുത്, അത്രയേ ഉള്ളൂ. ഹാർട്ടിന്റെ അസുഖമുള്ളവർക്കും സ്ട്രോക്ക് വന്നവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു.